സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഞാൻ ടീച്ചറല്ല, ഒരു റിട്ടയർഡ് വീട്ടമ്മ. റിട്ടയർഡ് വീട്ടമ്മ, അതൊരു ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. അല്ലല്ല, നമുക്ക് അങ്ങനെ ഒരു ആളുവേ ഇല്ല. ഒന്നും എനിക്ക് കമ്പനിയില്ല, എന്നെ എന്തിനെ ഇടയിൽ കൂടെ നിർത്തിയേക്കുന്ന. നീ എന്നെ തള്ളി പറയാണല്ലേ? നമുക്ക് എല്ലാ മനുഷ്യരുടെയും ഒപ്പമാണ്, മനുഷ്യർക്കൊപ്പം. ഇപ്പൊ പിണറായി ആണെന്ന് ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ, അല്ല പിണറായിയുടെ കൂടെ ഉള്ളവരൊക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സംശയം ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാം. എങ്ങനെയായി സർക്കാരിനെ വിലയിരുത്തുന്നത്? മോശം. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? എങ്ങനെയായി സർക്കാരിനെ വിലയിരുത്തുന്നത്? മോശം. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. എന്താ കാര്യം? മോശം എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ കയ്യിലിരിപ്പ് കൊള്ളത്തില്ല. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ച് ചിരിച്ച് ചാവും. എന്താ കാര്യം? മോശം എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ കയ്യിലിരിപ്പ് കൊള്ളത്തില്ല. അതെ മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. ഉമ്മൻചാണ്ടിയെ പോലുള്ളവർ വരണം. ഉമ്മൻചാണ്ടി ഇല്ല, പകരം ആരാണ്? പകരം ഒരാളെ കണ്ടുപിടിച്ചാൽ എല്ലാം ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഉള്ള സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നമ്മൾ രാഷ്ട്രീയ കേരളം നേരിടുന്ന ഒരു പ്രശ്നവും, അല്ലേ? ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ പോയാ റിവേഴ്സ് പോകുമ്പോ ആ കണിയാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. നന്നായി.